പ്രവാസ കാഴ്ചകളുമായി ഈ ആഴ്ചയിലെ വീക്കെൻഡ് റിവ്യൂ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ഒമാനും സമഗ്ര വാണിജ്യ കരാറിൽ ഒപ്പുവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മസ്കത്തിലെത്തിയാണ് കരാർ യാഥാർത്ഥ്യമാക്കിയത്. പ്രധാനമന്ത്രിയുടെ 2 ദിവസം നീണ്ട ഒമാൻ സന്ദർശനത്തിൻ്റെ വിശേഷങ്ങളുമായി അലി കൂട്ടായി ചേരുകയാണ്. ഇന്ത്യ ഒമാൻ ബന്ധത്തിൽ പുതിയ അധ്യായം എഴുതി ചേർത്താണ് 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിൽ നിന്ന് മടങ്ങിയത്. നൂറ്റാണ്ടുകളായി വ്യാപാര ബന്ധം തുടരുന്ന 2 രാജ്യങ്ങൾ സഹകരണത്തിന്റെ പുതിയ വാതിൽ തുറന്ന സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പിട്ടതും മോദിയുടെ ഈ വരവിലാണ്. പ്രധാനമന്ത്രിയുടെ ഒമാൻ സന്ദർശനത്തിലെ ഏറ്റവും ആകർഷകമായ പരിപാടി ഒരുക്കിയത് ഒമാൻ കൺവെൻഷൻ സെന്ററിലായിരുന്നു. ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തത് ഇവിടെയായിരുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ, വിദ്യാർത്ഥികൾ എന്നിവരെ കൊണ്ട് കൺവെൻഷൻ സെന്റർ നിറഞ്ഞു കവിഞ്ഞിരുന്നു. സ്റ്റേജിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ നൃത്തമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ശേഷം പ്രധാനമന്ത്രി സ്റ്റേജിലേക്ക് മലയാളത്തിൽ പ്രസംഗിച്ചു തുടങ്ങി. यहाँ बहुत सारे मलयाली भी हैं. സുഖമാണോ? വലിയ സ്വപ്നം കാണുക, ആഴത്തിൽ പഠിക്കുക, ധൈര്യത്തോടെ പരിഷ്കാരങ്ങൾ നടത്തുക. മുൻനിരയിൽ തന്നെ കേൾക്കാനായി കാത്തിരുന്ന പ്രവാസി വിദ്യാർത്ഥികളോട് പ്രധാനമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്. അൽബർക്ക പാലസിലായിരുന്നു സുൽത്താനുമായുള്ള കൂടിക്കാഴ്ച. പ്രധാനമന്ത്രിക്ക് ഒമാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സമ്മാനിച്ചതും ഇവിടെയാണ്. ഈ കൂടിക്കാഴ്ചയിലാണ് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറും ഒപ്പുവെക്കുന്നത്. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യയുടെയും ഒമാന്റെയും വാണിജ്യ വ്യാപാര രംഗത്തെ കുതിച്ചുചാട്ടമാണ്. ഒമാൻ നികുതി ചുമത്തുന്ന ഉൽപ്പന്നങ്ങളിൽ 98.08% നികുതി നൽകാതെ കയറ്റുമതി ചെയ്യാം. ജൈവ ഉൽപ്പന്നങ്ങളുടെ പരിശുദ്ധി ഉറപ്പാക്കുന്ന ഹലാൽ സർട്ടിഫിക്കേഷൻ ഇരു രാജ്യങ്ങളും അംഗീകരിക്കും. NPOP സർട്ടിഫിക്കേഷനുള്ള ഇന്ത്യൻ ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ഒമാനിൽ വീണ്ടും പരിശോധനയോ സർട്ടിഫിക്കേഷനോ ആവശ്യമില്ല. സേവന മേഖലകളിലെ വ്യാപാരം ഇന്ത്യക്ക് കൂടുതൽ വ്യാപകമാക്കാനും വേഗത്തിലാക്കാനും കരാറിലൂടെ സാധിക്കും. കരാർ ഇരു രാജ്യങ്ങളുടെയും വികസിത ഭാവിയുടെ രൂപരേഖയാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. 2 പതിറ്റാണ്ടിനിടെ ഒമാൻ മറ്റൊരു രാജ്യവുമായി ഒപ്പിടുന്ന ആദ്യ സ്വതന്ത്ര വ്യാപാര കരാർ കൂടിയാണിത്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിൻ്റെ 70 വർഷം പൂർത്തിയായ വേളയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഒമാൻ സന്ദർശനം. ജോർദാൻ, എത്യോപ്യ അടക്കം 3 രാജ്യങ്ങളിലേക്കുള്ള പര്യടനത്തിന്റെ ഒടുവിലാണ് പ്രധാനമന്ത്രി ഒമാനിലെത്തിയത്.